ഇനി SRHനെ തോൽപ്പിക്കാൻ അത്ര എളുപ്പമാവില്ല. കമ്മിൻസ് വന്നിട്ടുണ്ട്, അവരുടെ ക്യാപ്റ്റൻ ആദ്യ മത്സരത്തിൽ തന്നെ ജയിച്ചിട്ടുണ്ട്. സംഭവം ബാറ്റിംഗ് പിച്ചാണ്, നല്ല റൺസ് കുടുങ്ങിയെങ്കിലും SRH അത് ചേസ് ചെയ്തു. എമ്മാതിരി മെൻറ്റാലിറ്റി SRHനൊക്കെ. ഇനി മെൻറ്റാലിറ്റി ഒന്നും കൂടി കൂടും, കാരണം കമ്മിൻസാണ് SRHനെ മൊത്തത്തിൽ തന്നെ ടീമാക്കി മാറ്റിയത്. വരാടിക്കുക മൈൻഡാക്കി കൊടുത്തത്. ആ കമ്മിൻസാണ് തിരിച്ചു വന്നത്. പിന്നെ ഇന്നത്തെ ദിവസം തന്നെ ഭയങ്കര റൺസിൻ്റെ ദിവസമാണ്. ബാറ്റ്സ്മാൻമാരുടെ അയ്യര് കളിയായിരുന്നു. ആദ്യ മത്സരം നമ്മൾ കണ്ടല്ലോ, റെക്കോർഡ് ചേസ് നടത്തി. രണ്ടാമത്തെ മത്സരം SRHന് മുമ്പിൽ വലിയൊരു ടാർഗറ്റ് 6 ഉയർത്തി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയട്ടെ, SRHനെ ഒരു റൺസ് കാട്ടിയും നമുക്ക് പേടിപ്പിക്കാൻ പറ്റില്ല. ഇപ്പോൾ 300 എടുത്താലും SRH പേടിപ്പില്ല, അവർ ചേസ് ചെയ്യാൻ ഇറങ്ങും. കാരണം IPL ഏറ്റവും കൂടുതൽ വലിയ റൺസ് സ്കോർ ചെയ്ത ടീമാണ് SRH. അവർക്ക് എന്ത് പേടി, പ്രത്യേകിച്ച് കമ്മിൻസ് വന്നു കഴിഞ്ഞാൽ. അവർക്ക് തുടക്കത്തിൽ തന്നെ ഹെഡിൻ്റെ വിക്കറ്റ് നഷ്ടപ്പെട്ടു, SRH പേടിച്ചില്ല. കിഷാൻ അഭിഷേകും നമുക്കൊന്ന് ശ്രമിക്കാമെന്ന് പറഞ്ഞ് ട്രൈ ചെയ്തു. മികച്ച പെർഫോമൻസ്, RRനെക്കാളും ബെസ്റ്റ് പെർഫോമൻസ് പവർ പ്ലേയിൽ കാഴ്ചവെച്ചു. ബാക്കി ക്ലാസനും റെഡ്ഡിയും വന്ന് ഏറ്റെടുത്തു, ജയിപ്പിച്ചു. പിന്നെ കമ്മിൻസിനെ എടുത്തു പറയണം. കമ്മിൻസിനെ 4 ഓവർ മികച്ച ഓവറായിരുന്നു, ബാറ്റ്സ്മാൻമാർക്ക് അടിക്കാൻ പോലും പറ്റിയിട്ടില്ല. കമ്മിൻസ് ഡേഞ്ചറാണ്. കമ്മിൻസുള്ള SRH ടീം ഒന്നുകൂടി ഡേഞ്ചറാണ്. അതുകൊണ്ട് തന്നെ SRH എന്തായാലും പ്ലേ ഓഫിലുണ്ടാകും. അത്യാവശ്യം ഡേഞ്ചറസ് സൈഡുമാണ്. SRHനെ ഇനി തോൽപ്പിക്കുക അത്ര എളുപ്പമാവില്ല. പിന്നെ വലിയ റണ്ണൊന്നും കാട്ടി SRHനെ പേടിപ്പിക്കാൻ നോക്കണ്ട, അതൊന്നും വർക്കാവില്ല ഇവിടെ.